ഒരു വമ്പൻ ഡീലിനെ കുറിച്ചാണ് പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ കച്ചവട കരാർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒരു വ്യാപാര കരാർ ഒപ്പിട്ടു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡീലെന്നാണ് ഇതിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാരം $2 ട്രില്യൺ. ഈ ഡീൽ ഒരു ആശ്വാസമാണ്. പക്ഷെ എന്താണ് ഈ ഡീലിലുള്ളത്? ഈ ഡീൽ കൊണ്ട് ആർക്കാണ് ഗുണം, ആർക്കാണ് നഷ്ടം? ഡീൽ പ്രകാരം യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള എല്ലാ സാധനങ്ങൾക്കും 15% തീരുവ നൽകണം. ഫ്രാൻസിൻ്റെ വൈനോ ജർമ്മനിയുടെ കാറോ എല്ലാത്തിനും 15% നികുതി. യൂറോപ്പ് $750 ബില്യൺ അമേരിക്കൻ എണ്ണയും പ്രകൃതിവാതകവും വാങ്ങും. $600 ബില്യൺ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപിക്കും. അമേരിക്കൻ ആയുധങ്ങളും വാങ്ങും. അങ്ങനെ നോക്കുമ്പോൾ ചരിത്ര കരാർ എന്ന് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചതിൽ അതിശയമില്ല. 15% തീരുവ വലുതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓഗസ്റ്റ് 1 മുമ്പ് ഒപ്പിട്ടില്ലായിരുന്നു എങ്കിൽ 30% തീരുവ നൽകേണ്ടി വന്നേനെ. അതിനെ അപേക്ഷിച്ച് 15% വലിയ കുഴപ്പമുള്ളതല്ല. എന്നാൽ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തീരുവ 5% മാത്രമായിരുന്നു. ഇപ്പോൾ അത് 3 ഇരട്ടിയായി. അപ്പോൾ യൂറോപ്പിന് ഇതൊരു വിജയമാണെന്ന് പറയാൻ കഴിയില്ല. തമ്മിൽ ഭേദം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇതിൽ വിജയി ആരൊക്കെ സന്തോഷിക്കുന്നു? ആദ്യം ഡൊണാൾഡ് ട്രംപ് തന്നെ. ഈ വ്യാപാര യുദ്ധം തുടങ്ങിയത് ട്രംപാണ്. ഇപ്പോൾ മെഗാ ഡീൽ എന്ന് അദ്ദേഹം വിളിക്കുന്ന കരാർ യൂറോപ്പിന് ഒപ്പിടേണ്ടി വന്നു. രണ്ടാമത് അമേരിക്കൻ എണ്ണ, വാതക, ആയുധ കമ്പനികൾക്കും സന്തോഷമാകും. റഷ്യൻ വാതകത്തിൽ നിന്ന് മാറാൻ യൂറോപ്പ് $750 ബില്യൺ അമേരിക്കൻ എണ്ണ വാങ്ങും. ഇത് അമേരിക്കൻ LNG അഥവാ ദ്രവീകൃത പ്രകൃതിവാതക കമ്പനികൾക്ക് വൻ ലാഭം നൽകുന്നുണ്ട്. യൂറോപ്പിൻ്റെ അതിർത്തിയിൽ യുദ്ധം നടക്കുന്നു. നാറ്റോ പ്രതിരോധ ബജറ്റ് കൂട്ടുന്നു. ഇത് അമേരിക്കൻ ആയുധ നിർമ്മാതാക്കൾക്ക് ഒരു ബോണസുമാണ്. മൂന്നാമതായി ഓഹരി വിപണി. നിക്ഷേപകർക്ക് അനിശ്ചിതത്വം വെറുപ്പാണ്. ഈ ഡീൽ വ്യക്തത നൽകുന്നുണ്ട്. തീരുവ കൂടുതലാണെങ്കിലും അതിൽ വ്യക്തതയുണ്ട്. ഇതിലെ തോൽവിക്കാർ ആരൊക്കെയാണ്? എല്ലാവരും ഈ ഡീലിനെ ആഘോഷിക്കുന്നില്ല. 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയന് ഈ ഡീലിൽ സന്തോഷിക്കാനായി ഒന്നുമില്ല. രഹസ്യമായി പരാതികൾ ഉയരുന്നുണ്ട്. ഫ്രാൻസ് ഇതിനെ ഇരുണ്ട ദിനം എന്ന് വിളിച്ചു. ഇനിയും ചെയ്യാനുണ്ടെന്ന് ഇറ്റലി പറയുന്നു. ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബാനും സംതൃപ്തനല്ല. പരസ്യമായി വിയോജിപ്പ് തുറന്നു പറയുന്നു. ഈ കരാർ പൂർണ്ണമല്ല. ഇതൊരു പ്രാഥമിക കരാറാണ്. വിശദാംശങ്ങൾ ഇനിയും വേണം. ചില യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ പരാതി ഇങ്ങനെ പോകുന്നു: നമുക്ക് നികുതി ചുമത്തുന്നു, പക്ഷേ അവരുടെ ഉൽപ്പന്നങ്ങൾ അങ്ങനെയല്ല. ഇത് നീതിയല്ല. യൂറോപ്യൻ യൂണിയൻ്റെ പരാതി ഇങ്ങനെയൊക്കെയാണ്. ജർമ്മനിയുടെ കാർ വ്യവസായത്തിനും ഈ ഡീൽ കൊണ്ട് നേട്ടമില്ല. കാറുകളുടെ തീരുവ 27.5% നിന്ന് 15% കുറഞ്ഞു. ഫോക്സ് വാഗൻ, BMW, മെഴ്സിഡസ് എന്നിവയ്ക്ക് നഷ്ടമുണ്ടാകും. യൂറോപ്പിനിത് മോശം ഡീലാണ്. പിന്നെ എന്തിന് യൂറോപ്പ് ഒപ്പിട്ടു? കാരണം അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. യൂറോപ്പിൻ്റെ സമ്പദ്വ്യവസ്ഥ പോകുന്നത് വളരെ മന്ദഗതിയിലാണ്. പണപ്പെരുപ്പം ഉയർന്നു. നിക്ഷേപകർ ഭയപ്പെടുന്നു. അതിനോടൊപ്പം അമേരിക്കയുടെ പ്രതിരോധ കവചം യൂറോപ്പിന് ആവശ്യമാണ്. അമേരിക്കൻ വിപണിയിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെടുത്താൻ അവർക്ക് കഴിയില്ല. ഇത് ട്രംപിൻ്റെ ഒരു ശൈലിയാണ്. പങ്കാളികൾ അടുപ്പം കാണിക്കും, പക്ഷേ അവർക്ക് പിന്മാറാൻ കഴിയില്ല. യൂറോപ്പിനോ UK-ക്കോ ജപ്പാനോ പിന്മാറാനാവില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു വശത്തേക്ക് ചായുന്ന ഡീലാണെങ്കിലും ഒരു വ്യാപാര യുദ്ധത്തേക്കാൾ നല്ലത് ഈ ഡീൽ തന്നെയാണ്.